ബൈനറി സെർച്ച് ലീനിയർ സെർച്ചിനേക്കാളും കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ്. ലീനിയർ സെർച്ച് നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്? ഫസ്റ്റ് എലിമെൻറ്റ് നമ്മുടെ ഇപ്പോൾ സെർച്ച് ഐറ്റം 90 ആണെന്ന് കരുതുക. അപ്പോൾ ഫസ്റ്റ് ഐറ്റം സെർച്ച് ഐറ്റം ആണോ, സെർച്ച് എലിമെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ നെക്സ്റ്റ് എലിമെൻറ്റിലേക്ക്, അറേയുടെ നെക്സ്റ്റ് ഇൻഡെക്സ് വാല്യൂയിലേക്ക് പോകുന്നു, അത് സെർച്ച് ഐറ്റം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് തന്നെയാണെങ്കിലും ലീനിയർ സെർച്ച് ആകുമ്പോൾ എൻറ്റയർ അറേ സെർച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു എലിമെൻറ്റ്, ഇപ്പോൾ ലാസ്റ്റ് എലിമെൻ്റ് ആണ്, ഇപ്പോൾ 90 എന്ന് പറയുന്ന ലാസ്റ്റ് എലിമെൻ്റ് ആണ്. ലാസ്റ്റ് പൊസിഷനിലായതുകൊണ്ട് തന്നെ അതിന് മുന്നേ ഉള്ള എല്ലാ എലിമെൻറ്റ്സും നമുക്കിവിടെ ചെക്ക് ചെയ്താൽ മാത്രമേ ഈ എലിമെൻറ്റ് 90 ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്, ബൈനറി സെർച്ച് എന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ബേസ് ചെയ്തിട്ടാണ് ബൈനറി സെർച്ച് വർക്ക് ചെയ്യുന്നത്. ഡിവൈഡ് ആൻഡ് കോൺകർ. അപ്പോൾ ബൈനറി സെർച്ചിൻ്റെ ബേസിക് ഐഡിയ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഞാനിതിന് ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ട് LU എന്ന് വിളിക്കുന്നു. അപ്പോൾ ലോവർ ബൗണ്ട് 0യും അപ്പർ ബൗണ്ട് 8ഉമാണ്. അപ്പോൾ നമ്മുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ ലിസ്റ്റിനെ അതിനു മുന്നേ ബൈനറി സെർച്ചിനൊരു പ്രീ കണ്ടീഷൻ ഉണ്ട്. അതായത് ബൈനറി സെർച്ച് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അറേ സോർട്ടഡ് ആയിരിക്കണം. ബൈനറി സെർച്ചിൻ്റെ ഒരു പ്രീ കണ്ടീഷനാണ് സോർട്ടഡ് അറേയിൽ മാത്രമേ നമുക്ക് ബൈനറി സെർച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞു ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന അപ്രോച്ചാണ് ഇവിടെ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ പ്രോബ്ലത്തിനെ അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യും, ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഡിവൈഡ് ചെയ്തതിനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. അങ്ങനെ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ സബ് ഡിവൈഡ് ചെയ്ത് പോകുന്ന ഒരു അപ്രോച്ചാണ് ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മുടെ എൻറ്റയർ അറേ അതിനെ ഡിവൈഡ് ചെയ്യും, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എവിടെ വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ഇതിൻ്റെ മിഡിൽ പൊസിഷനിൽ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് മിഡിൽ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്? ഇവിടെ നമുക്ക് മിഡിൽ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്, മിഡിൽ പൊസിഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ മിഡ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. മിഡ് പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലോവർ ബൗണ്ട് പ്ലസ് അപ്പർ ബൗണ്ട് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടെ 0 + 8 ഡിവൈഡ് ബൈ 2, അതായത് 4. അപ്പോൾ 4 ആണ് നമ്മുടെ മിഡ് പൊസിഷനായിട്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. 4 എന്ന് പറയുന്ന ഇൻഡെക്സ് വാല്യൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മിഡ് പൊസിഷൻ. മനസ്സിലായല്ലോ? ഇനി നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മിഡ് പൊസിഷനിൽ നമ്മുടെ വാല്യൂ ഉണ്ടോ, നമ്മുടെ സെർച്ച് ഐറ്റം ഈ മിഡ് പൊസിഷനിലാണോ എന്നാണ് അടുത്ത് ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ സെർച്ച് ഐറ്റം ഈക്വൽ ടു മിഡ് പൊസിഷനിലുള്ള വാല്യൂ, അതായത് 50. അതായത് എങ്ങനെ എഴുതാം? A(4), അതായത് A of mid എന്ന് പറയുന്ന സെർച്ച് ഐറ്റം ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ഐറ്റം ഏതാണ്? 90 ആണ്. A of mid എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ അത് നോട്ട് ഈക്വൽ ആണ്. അങ്ങനെ നോട്ട് ഈക്വൽ ആണെങ്കിൽ അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? നമ്മുടെ മിഡ് പൊസിഷനിൽ വെച്ചിട്ട് അറേ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അറേ ഇതാ ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. മിഡിന് റൈറ്റ് സൈഡിലേക്കുള്ള ലിസ്റ്റ് എന്നും മിഡിന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ലിസ്റ്റ് എന്നും. ഓർക്കണം, നമ്മുടെ ലിസ്റ്റ് സോർട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. അതായത് മിഡ് പൊസിഷനിലുള്ള വാല്യൂ അല്ല നമ്മുടെ സെർച്ച് ഐറ്റം. ഓക്കെ, ഇനി ഈ ഐറ്റം മിഡിന് ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ എന്നുള്ളൊരു കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ പറ്റും. എന്തുകൊണ്ടാണ്? നമ്മുടെ ലിസ്റ്റ് സോർട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മിഡ് വാല്യൂവിനേക്കാൾ ഗ്രേറ്റർ ആണ് നമ്മുടെ എലിമെൻറ്റ് സെർച്ച് ഐറ്റം എന്നുണ്ടെങ്കിൽ ഈ സൈഡിലേക്കായിരിക്കും നമ്മുടെ വാല്യൂ വരാനുള്ള സാധ്യത. അല്ല, മിഡ് വാല്യൂവിനേക്കാളും ലെസ്സാണ് നമ്മുടെ സെർച്ച് ഐറ്റം എങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഈ അറയിൽ, ഈ എൻറ്റയർ അറയിൽ ഇനി നമുക്ക് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഏത് സെർച്ച് ചെയ്താൽ മതി? ഒന്നുകിൽ റൈറ്റിലേക്ക്, മിഡിൻ്റെ റൈറ്റിലേക്ക് അല്ലെങ്കിൽ മിഡിൻ്റെ ലെഫ്റ്റിലേക്ക് ഉള്ളത് മാത്രം സെർച്ച് ചെയ്താൽ മതിയാവും. ബാക്കി നമുക്ക് കളയാം.
അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഡിവൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒരു കൺസെപ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഒന്നുകിൽ മിഡ് വാല്യൂവിൻ്റെ ലെഫ്റ്റിലേക്കുള്ള അല്ലെങ്കിൽ മിഡ് വാല്യൂവിന് റൈറ്റിലേക്കുള്ള വാല്യൂ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഏതാ എടുക്കേണ്ടതെന്ന് നോക്കണം. അപ്പോൾ അതിന് എന്താണ് അറിയേണ്ടത്? മിഡ് പൊസിഷനേക്കാളും റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡ്, അതായത് ഗ്രേറ്റർ ആണോ ലെസ് ആണോ നമ്മുടെ സെർച്ച് ഐറ്റം എന്ന് നോക്കണം. അപ്പോൾ അടുത്ത കണ്ടീഷൻ അതാണ്, നമ്മുടെ സെർച്ച് ഐറ്റം മിഡ് വാല്യൂവിനേക്കാൾ ലെഫ്റ്റ് സൈഡിലാണോ എന്നറിയണം. അതെങ്ങനെ? ഐറ്റം എ ഓഫ് മിഡിനേക്കാൾ ലെസ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? എ ഓഫ് മിഡ് ഇവിടെയാണ് ഇരിക്കുന്നത്, ഇതിനേക്കാൾ ലെസ് ആണെങ്കിൽ ഈ സൈഡിലേക്കായിരിക്കും വരുന്നത് അല്ലേ? ലെസ് വാല്യൂസ് എല്ലാം ഈ സൈഡിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഐറ്റം അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഐറ്റം ലെസ് ദാൻ എ ഓഫ് മിഡ് ആണോ നോക്കണം. ഐറ്റം ലെസ് ദാൻ എ ഓഫ് മിഡ് ആണോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ഐറ്റം എന്ന് പറയുന്ന 90 ആണ്, എ ഓഫ് മിഡ് 50 ആണ്. ലെസ് അല്ല, ഈ കണ്ടീഷൻ തെറ്റാണ്, ലെസ് അല്ല. അപ്പോൾ ഇനി ഗ്രേറ്റർ ആകാം അല്ലേ? ഈക്വൽ അല്ല, ലെസ് അല്ല, ഇനി ഗ്രേറ്റർ ആയിരിക്കാം. അത് നമുക്ക് ഒരു കണ്ടീഷൻ കൂടെ നമ്മളവിടെ പറയാം. ഐറ്റം ഗ്രേറ്റർ ദാൻ എ ഓഫ് മിഡ്. ഐറ്റം എന്ന് പറയുന്നത് 90 ആണ്, എ ഓഫ് മിഡ് 50 ആണ്, ഗ്രേറ്റർ ആണ്. ഈ കണ്ടീഷൻ കറക്റ്റ് ആണ്. എ ഓഫ് മിഡിനേക്കാൾ ഗ്രേറ്റർ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഈ ഒരു ലിസ്റ്റ് മാത്രം മതി, ഇതിനെ നമുക്ക് കളഞ്ഞേക്കാം, വേണ്ട. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അറേ ഇനി എങ്ങനെയാണ്? ഇത്രയേ ഉള്ളൂ, ഇത്രയും മാത്രം മതി. അപ്പോൾ അതെങ്ങനെ എടുക്കാം? നമ്മുടെ അറേ ഇവിടെ മുതൽ ഇവിടം വരെ ആണെന്ന് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ലോവർ ബൗണ്ട് ഇവിടെ 0 എന്നാണ് സെറ്റ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് ലോവർ ബൗണ്ടിനെ മാറ്റി സെറ്റ് ചെയ്യിക്കാം. ഇനി ലോവർ ബൗണ്ട് എത്രയാണ്? 5 ആണ്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ലോവർ ബൗണ്ട് 5ഉം അപ്പർ ബൗണ്ട് 8 തന്നെയാണ്. അപ്പോൾ ഇനി എങ്ങനെയാ ചെക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ലോവർ ബൗണ്ടിനെ നമ്മൾ റീസെറ്റ് ചെയ്യാൻ പോകുന്നു. ലോവർ ബൗണ്ടിനെ റീസെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഐറ്റം ഗ്രേറ്റർ ദാൻ എ ഓഫ് മിഡ് ആയതുകൊണ്ട് നമ്മുടെ ലോവർ ബൗണ്ടിന് ഏത് മുതൽ 5 എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? അതായത് മിഡിൽ വാല്യൂവിൻ്റെ റൈറ്റിലേക്കുള്ള എലിമെൻറ്റ്സ് മാത്രം മതി. അപ്പോൾ ആ അറേയുടെ ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? മിഡിനേക്കാൾ 1 കൂടുതലായിരിക്കും, മിഡ് പ്ലസ് 1. അപ്പോൾ നമ്മുടെ കേസിൽ എത്രയാണ്? മിഡ് എന്ന് പറയുന്നത് നമുക്ക് 4 ആയിരുന്നു, 4 + 1 എന്ന് പറയുന്നത് 5. ലോവർ ബൗണ്ട് 5 ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ലോവർ ബൗണ്ട് സെറ്റ് ആയി. ഇനി അടുത്ത് ഈ കണ്ടീഷൻ ഒന്നുകൂടെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഇവിടെ വരും. അപ്പോൾ നമ്മുടെ ലോവർ ബൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ വരും. എന്താണ്? മിഡ് എന്ന് പറയുന്നത് ലോവർ ബൗണ്ട് പ്ലസ് അപ്പർ ബൗണ്ട് ഡിവൈഡഡ് ബൈ 2. എൽ എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്? 5 ആണ്. അപ്പർ ബൗണ്ട് 8 തന്നെയാണ്. അപ്പോൾ 5 + 8 ഡിവൈഡഡ് ബൈ 2. അടുത്ത കേസിലാണ് ഇങ്ങോട്ട് എഴുതാം. 5 + 8 ഡിവൈഡഡ് ബൈ 2. അതാണ് നമ്മുടെ പുതിയ മിഡ് വാല്യൂ, സെക്കൻഡ് ഐറ്ററേഷൻ്റെ മിഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 13 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 13 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? നമുക്ക് അറിയാം, ഇൻറ്റിജർ ഡിവിഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ 13 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 6.5 എന്ന് എഴുതാൻ പറ്റില്ല, 6 എന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 6 ആണ് നമ്മുടെ മിഡ് പൊസിഷൻ എന്ന് പറയുന്നത്. അതായത് ഇതാണ് നമ്മുടെ മിഡ് പൊസിഷൻ. അപ്പോൾ വീണ്ടും ലിസ്റ്റ് 2 ആയിട്ട് മാറി. അപ്പോൾ ലിസ്റ്റിൽ ഇനി അടുത്ത് നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഐറ്റം ഈക്വൽ ടു എ ഓഫ് മിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ എത്രയാണ്? മിഡ് പൊസിഷൻ കണ്ടുപിടിച്ചു, ഈ സ്റ്റെപ്പ് ഇവിടെ ചെയ്തു. ഇനി അടുത്ത് ചെക്ക് ചെയ്യുന്നതാണ് ഐറ്റം എന്ന് പറയുന്നത് 90 ആണ്. 90 ഈക്വൽ ടു എ ഓഫ് മിഡ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. എ ഓഫ് മിഡ് എത്രയാണ്? ഇവിടെ എ ഓഫ് 6 എന്ന് പറഞ്ഞാൽ 70 ആണ്. ഈക്വൽ അല്ല. 90 നോട്ട് ഈക്വൽ ടു 70 ആണ്, ഈക്വൽ അല്ല. അപ്പോൾ ഈക്വൽ അല്ല എങ്കിൽ അടുത്ത് എന്ത് ചെയ്യണം? അടുത്ത കണ്ടീഷൻ ഇതാണ്, ഐറ്റം ലെസ് ദാൻ എ ഓഫ് മിഡ് ആണോ നോക്കണം. ഇഫ് ഐറ്റം ലെസ് ദാൻ എ ഓഫ് മിഡ് ആണോ നോക്കണം. അപ്പോൾ ഐറ്റം എന്ന് പറയുന്നത് 90 ആണ്, ലെസ് ദാൻ എ ഓഫ് മിഡ് എന്ന് പറഞ്ഞാൽ 70 ആണ്. കണ്ടീഷൻ തെറ്റാണ്. അപ്പോൾ ഇനി അടുത്ത് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ഐറ്റം ഗ്രേറ്റർ ദാൻ എ ഓഫ് മിഡ് ആണോ നോക്കണം. ഇഫ് ഐറ്റം ഗ്രേറ്റർ ദാൻ എ ഓഫ് മിഡ് ആണോ നോക്കണം. ആണ്. ഇവിടെ ഐറ്റം 90 ആണ്,
70 ആണ്. ആ കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ ഇവിടെ നേരത്തെ ചെയ്ത എന്താണ്? ലോവർ ബൗണ്ട് റീസെറ്റ് ചെയ്യണം. അപ്പോൾ ഈ 70ക്ക് റൈറ്റ് സൈഡിലേക്കുള്ള ലിസ്റ്റ് എലിമെൻസിന് മാത്രം നമുക്ക് എടുത്താൽ മതിയായിരിക്കും. അപ്പോൾ നമ്മുടെ മിഡ് എത്രയായിരുന്നു? 6 ആയിരുന്നു. ഇപ്പോൾ ലോവർ ബൗണ്ടെന്ന് എത്രയായിട്ട് സെറ്റ് ചെയ്യണം? 6 + 1 അതായത് 7 ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ലോവർ ബൗണ്ട് 7ഉം അപ്പർ ബൗണ്ട് 8 തന്നെയാണ്. അതിൽ മാറ്റമൊന്നും വന്നില്ല. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ പോയി മിഡ് വാല്യൂ ഒന്നുകൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ഫസ്റ്റ് ഐട്രേഷൻ ചെയ്തു, ഇത് സെക്കൻഡ് ഐട്രേഷൻ ഇതായിരുന്നു. തേർഡ് ഐട്രേഷനിൽ മിഡ് വാല്യൂ കണ്ടുപിടിക്കുകയാണ്. മിഡ് ഈക്വൽ ടു L + U/2. അപ്പോൾ L ഇവിടെ 7 ആണ്. 7 പ്ലസ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്ന 8 ആണ്. /2 എന്ന് പറയും. അപ്പോൾ 15 / 2 ആണ്. 15 / 2 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 7 ആണ് നമുക്കിവിടെ മിഡ് വാല്യൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ മിഡ് വാല്യൂ നോക്കി, ഇപ്പം നമ്മുടെ ലിസ്റ്റിൽ ഇത് രണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ 7th പൊസിഷനിൽ ലിസ്റ്റിനെ ഇങ്ങനെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ മിഡ് വാല്യൂ. അപ്പോൾ നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യണം, ഐറ്റം ഈക്വൽ ടു എ ഓഫ് മിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഐറ്റം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 90 ആണ്. 90 ഈക്വൽ ടു എ ഓഫ് മിഡ് എന്ന് പറഞ്ഞാൽ എ ഓഫ് 7 80 ആണ്. അത് ഈക്വൽ അല്ല. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ലെസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. 90 > 80 ആണോ? അതും അല്ല, അതും തെറ്റാണ്. ഇനി 90 > 80 ആണോ? അത് കറക്റ്റാണ് അല്ലേ? അപ്പോൾ > 80 ആണ്. അപ്പോൾ എന്ത് വേണം? നമുക്ക് ഇവിടെ ചെയ്തത്, അതായത് ലോവർ ബൗണ്ട് സെറ്റ് ചെയ്യണം. ലോവർ ബൗണ്ട് എത്രയായിട്ട് സെറ്റ് ചെയ്യണം? മിഡ് പ്ലസ് 1 ആയിട്ട് സെറ്റ് ചെയ്യണം. മിഡ് 7 ആണ്. അപ്പോൾ 7 + 1 എന്ന് പറയുന്നത് 8 ആണ്. ലോവർ ബൗണ്ട് 8 ആയിട്ട് സെറ്റ് ചെയ്തു. ശ്രദ്ധിക്കണം, അപ്പർ ബൗണ്ടും 8 ആണ്, ലോവർ ബൗണ്ടും 8 ആണ്. രണ്ടും ഇവിടെ വന്നു. ഇനി എന്ത് ചെയ്യണം? വീണ്ടും നമുക്ക് ഇത്രയും ചെയ്താൽ നമുക്ക് ഇതൊരു ആൻസർ കിട്ടിയിട്ടില്ല അല്ലേ? ഇത്രയും ചെയ്താൽ വീണ്ടും തിരിച്ചിവിടെ പോകണം. അപ്പോൾ 4th ഐട്രേഷനിൽ നമ്മൾ ചെയ്യുന്നു. മിഡ് എന്ന് പറയുന്ന L + U/2. അപ്പോൾ L എത്രയാണ്? ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും 8 തന്നെയാണ്. /2 അതായത് 16/2 8 എന്ന് വന്നു. ഇനി എന്ത് ചെയ്യണം? ഐറ്റം ഈക്വൽ ടു എ ഓഫ് മിഡ് ആണോ നോക്കണം. ഇവിടെ ഐറ്റം 90 ആണ്. എ ഓഫ് മിഡ് എത്രയാണ്? എ ഓഫ് 8 എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ ഈക്വൽ ആണ്. അപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. എന്ത് പറ്റി? ഈക്വൽ ആണെന്ന് വന്നു. ഐറ്റം ഈക്വൽ ടു എ ഓഫ് മിഡ് എന്ന് വന്നു. അതായത് നമ്മുടെ സെർച്ച് എലിമെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇനി അഥവാ ഈ ലിസ്റ്റിൽ നമ്മുടെ സെർച്ച് ചെയ്യുന്ന എലിമെന്റ് ഇല്ലെങ്കിലും ഈ ഒരു പൊസിഷൻ കഴിഞ്ഞ്, അപ്പോൾ ഇപ്പം 90 അല്ല, ഞാൻ സപ്പോസ് 100 ആണ് സെർച്ച് ചെയ്യേണ്ട ഐറ്റം എന്ന് വിചാരിക്കുക. 100 ആയിരുന്നുവെങ്കിലോ, ഇപ്പം 90 ഇവിടെ വരെ വന്നു, നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ 100 ആയിരുന്നു. 100 ആണെങ്കിലും ഇതുപോലെ തന്നെ ലിസ്റ്റ് വരും. റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെർച്ച് എലിമെന്റ് എന്ന് പറയുന്നത് 100 ആണ്. അതുകൊണ്ട് ഈക്വൽ അല്ല എന്ന് വരും. ഈക്വൽ അല്ല എന്ന് വന്നാൽ രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഐറ്റം ലെസ് ആണോ നോക്കണം. 100 > 90 ആണോ എന്ന് ചെക്ക് ചെയ്തു. അതും തെറ്റാണ്. അതേസമയം 100 > 90 ആണ്. അപ്പോൾ എന്ത് വേണം? നമ്മുടെ ഇവിടെ പഠിച്ചു വെച്ചിരിക്കുന്ന ലോവർ ബൗണ്ട് സെറ്റ് ചെയ്യാനാണ്. ലോവർ ബൗണ്ട് എത്രയായിട്ട് സെറ്റ് ചെയ്യണം? മിഡ് + 1. അതായത് നമ്മുടെ മിഡ് എത്രയാണ്? 8 ആണ്. ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് 8 + 1 9 എന്ന് സെറ്റ് ചെയ്യണം. ഇപ്പോൾ പക്ഷെ 9th പൊസിഷൻ നമുക്ക് ഇല്ല അല്ലേ? അപ്പോൾ അതായത് അതിൻ്റെ അർത്ഥം നമുക്ക് സെർച്ച് എലിമെന്റ് ലിസ്റ്റിൽ ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ഏതുവരെ ചെയ്താൽ മതി? അപ്പോൾ ഇനി അടുത്തിന് മുകളിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല അല്ലേ? ഇനി മുകളിലേക്ക് പോയി വീണ്ടും മിഡ് കണ്ടുപിടിക്കുന്നതിൽ അർത്ഥമില്ല. അത് തെറ്റാണ്. അപ്പോൾ നമ്മൾ ഏതുവരെ ചെയ്താൽ മതി? ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും ഈക്വൽ ആകുന്നത് വരെ ചെയ്താൽ മതി. അപ്പോൾ ഈ റെപ്പറ്റീഷൻ ചെയ്യേണ്ടത് ഏതുവരെയാണ്? ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും ഈക്വൽ ആകുന്നത് വരെ ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഈ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും ഈക്വൽ ആകുന്നത് വരെ നമ്മുടെ സെർച്ച് ചെയ്തിട്ടും നമുക്ക് ഐറ്റം കണ്ടുപിടിക്കാൻ പറ്റിയില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എലിമെന്റ് ഈ അറയ്ക്കകത്ത് ഇല്ല എന്നാണ്. അപ്പോൾ നമുക്ക് കണ്ടീഷൻ എങ്ങനെ എഴുതാം? ഈ ഒരു ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കണ്ടീഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. വൈൽ
ലോവർ ബൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ബൗണ്ട് എന്ന് എഴുതാം. എന്നിട്ട് അതിനകത്താണ് ഈ കണ്ടീഷൻസ് ഇത്രയും വരേണ്ടത്. ലെസ് ദാൻ മാത്രം പോരാ, ലെസ് ദാൻ മാത്രമാണെങ്കിൽ ഇത് ഇവിടം വരെ എത്തുള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ആവുന്ന കേസിലാണ് നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ബൗണ്ട് എന്നുള്ള കേസ് വരെ നമ്മൾ എത്തണം.